ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സഡാക്കോ കൊക്കിനെയാണ്, പേപ്പർ കൊക്കിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇതിന് പിന്നിലുള്ള കഥയും പറഞ്ഞുതരാം. ഹിരോഷിമയിൽ അമേരിക്കയുടെ അണുബോംബ് സ്ഫോടനത്തിനിരയായ ഒരു ജാപ്പനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹോൻഷ്യൂ ദ്വീപിലെ നഗരമായ ഹിരോഷിമയിൽ അമേരിക്ക ആദ്യത്തെ അണുബോംബിട്ടു. കുറേ വർഷങ്ങൾക്ക് മുൻപ് 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹോൻഷ്യൂ ദ്വീപിലെ നഗരമായ ഹിരോഷിമയിൽ അമേരിക്ക ആദ്യത്തെ അണുബോംബിട്ടു. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ അകലെയായിരുന്നു നമ്മുടെ സഡാക്കോ സസാക്കിയുടെ വീട്. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന 2 വയസ്സ് മാത്രം പ്രായമുള്ള അവൾ ജനലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണു. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ ഓടി വന്ന് എടുത്തു നോക്കിയപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ തന്നെ അത്ഭുതകരമായി അവൾ രക്ഷപ്പെട്ടു. പിന്നീട് നമ്മളെപ്പോലെയൊക്കെ തന്നെ ഒരു സാധാ പെൺകുട്ടിയെപ്പോലെ അവൾ ജീവിച്ചു തുടങ്ങി. ഏതാണ്ട് 6 വയസ്സായപ്പോൾ അവളെ സ്കൂളിൽ ചേർത്തു. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു നമ്മുടെ സഡാക്കോ. എന്നാലോ പഠനത്തിൽ മാത്രമല്ല, അവൾ കായിക രംഗത്ത് അവളുടെ കഴിവ് തെളിയിച്ചിരുന്നു. സ്കൂളിലെ മികച്ച ഓട്ടക്കാരികളിൽ ഒരാളും കൂടിയായിരുന്നു അവൾ. സഡാക്കോയ്ക്ക് ഏതാണ്ട് 12 വയസ്സുള്ളപ്പം ഒരു ദിവസം കായിക പരിശീലനത്തിനിടെ അവൾ ഗ്രൗണ്ടിൽ തളർന്നു വീണു. ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ ഡോക്ടേഴ്സ് അവളുടെ കഴുത്തിലും 2 ചെവികളുടെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ നിറവ്യത്യാസം ശ്രദ്ധിച്ചു. ഈ നിറവ്യത്യാസം ശ്രദ്ധിച്ച ഡോക്ടേഴ്സ് ഈ വിദഗ്ധ പരിശോധനകളൊക്കെ നടത്തി അണുവികരണം മൂലമുള്ള ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ രക്താർബുദം എന്നൊക്കെ പറയുന്ന ഒരു രോഗത്തിന് സഡാക്കോ കീഴടങ്ങിയതായിട്ട് സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ തികച്ചും തളർന്നു പോയ സഡാക്കോനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരികളൊക്കെ ഒപ്പം നിന്നു. അവരാണ് കടലാസ് കൊക്കുകളെ പറ്റി സഡാക്കോയോട് പറഞ്ഞത്. ഈ ജപ്പാനുകാർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഈ 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അങ്ങനെ അവളുടെ കൂട്ടുകാരെല്ലാവരും കൂടെ അവളെ ഈ കൊക്കുകളെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ അത് പ്രകാരം കഠിനമായിട്ടുള്ള വേദനയിലും രോഗം മാറാനായിട്ട് ആശുപത്രി കിടക്കയിലിരുന്ന് അവൾ കടലാസ് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ വിഷമം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 644 പേപ്പർ കൊക്കുകളെ അവൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങി. 1955 ഒക്ടോബർ 25 അവൾ ലോകത്തോട് വിട പറഞ്ഞത്. പിന്നീട് അവളുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്ന് ബാക്കി 356 കൊക്കുകളെ കൂടെ ഉണ്ടാക്കുകയും എല്ലാം കൂടെ കൂട്ടി 1000 കൊക്കുകളെ അവളോടൊപ്പം തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് അവളുടെ ഓർമ്മയ്ക്കായിട്ട് ഹിരോഷിമ ശാന്തി സ്മാരക പാർക്കിൽ കയ്യിൽ സ്വർണ്ണക്കൊക്കുമായി നിൽക്കുന്ന സഡാക്കോ പ്രതിമയെയും സ്ഥാപിച്ചു. ദിസ് ഈസ് അവർ ക്രൈ, ദിസ് ഈസ് അവർ പ്രയർ ടു ബിൽഡ് പീസ് ഇൻ ദ വേൾഡ് എന്ന പ്രതിമയുടെ താഴെ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. പിന്നീട് സഡാക്കോയെയും അവളുടെ ഒറിഗാമി കൊക്കുകളെയും ലോകത്തെ സമാധാനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെട്ടു. അപ്പോൾ ഇതാണ് സഡാക്കോ സസാക്കിയുടെ കഥ. കൊക്കിനെ ഉണ്ടാക്കുന്നതിനോടൊപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസും കൂടെ കാണാം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.